പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ ലോകം ഒരുപാട് സൗകര്യങ്ങളും വിനോദങ്ങളുമൊക്കെ നിറഞ്ഞതാണ്. നല്ല ആധുനിക മനുഷ്യൻ ധാരാളമായി ഇത്തരം വിനോദങ്ങളുടെ പിന്നാലെയാണ്. എല്ലാവർക്കും വേണ്ടത് സന്തോഷമാണ്, അതും നൈമിഷികമായ സന്തോഷങ്ങൾ. വാസ്തവത്തിൽ മനുഷ്യർ ഈ സന്തോഷത്തിൻ്റെ പിന്നാലെ നടന്ന് അവരുടെ സ്വാതന്ത്ര്യത്തെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു കുരുക്കിൽ അകപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു നിരന്തരമായി സന്തോഷം ലഭിക്കുന്ന, സദാ ആനന്ദത്തിൻ്റെ ലഹരി അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ പലപ്പോഴും ഒരു തിരിഞ്ഞുനോട്ടം മനുഷ്യന് നല്ലതാണ്. അവന് ഈ വിനോദങ്ങളും ഈ ആസ്വാദനങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ തന്നെ ഒരു സംതൃപ്തി നൽകുന്നുണ്ടോ? ജീവിത സൗകര്യങ്ങളിൽ ഒരുപാട് ആ ജീവിത സൗകര്യങ്ങളുടെ ആനന്ദത്തിലും ആഹ്ലാദത്തിലും അതിൽ മുങ്ങിക്കുളിച്ച് അതിൽ ആറാടി സുഖത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ വാസ്തവത്തിൽ ഇതേ സുഖത്തിൻ്റെയും ഇതേ ആനന്ദത്തിൻ്റെയും അടിമയായി മാറിയ ഒരു കാലഘട്ടത്തിലാണ്, അത്തരമൊരു വിരോധാഭാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതായത്, ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മായാപ്രപഞ്ചം നമ്മൾ തേടുമ്പോൾ അതേ സ്വാതന്ത്ര്യം തന്നെ നമ്മെ അടിമകളാക്കുന്ന ഒരവസ്ഥ. ആൾഡസ് ഹക്സ്ലിയുടെ ഒരു നോവലുണ്ട്, ബ്രേവ് ന്യൂ വേൾഡ് എന്നതാണ്. വളരെ വ്യതിരിക്തമായ ഈ നോവലിൽ ഒരു സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഭാവി സമൂഹം, അല്ലെങ്കിൽ അദ്ദേഹം മുന്നിൽ കാണുന്ന ഒരു സമൂഹം, അവര് തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇതുപോലെ ആനന്ദത്തിനായി വിട്ടുകൊടുക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സോമ എന്ന് പറയുന്ന ഒരു മരുന്ന്, ആ മരുന്ന് ആളുകളെ സന്തോഷിപ്പിക്കുകയും യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ അകറ്റുകയും ചെയ്യുന്ന ഒരു മരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ആ മരുന്നാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയും ആ സോഷ്യൽ മീഡിയ നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ആനന്ദാനുഭൂതികളും ലൈക്കുകളും നോട്ടിഫിക്കേഷനുകളും ഒക്കെ നമ്മളെ എത്തിക്കുന്നത് ഈ ഒരു സോമ എന്ന് പറയുന്ന ആ ഒരു മരുന്ന് നൽകുന്ന അതേ അനുഭൂതിയിലേക്കാണ്. ആൾഡസ് ഹക്സ്ലി മുന്നോട്ട് വച്ച ആ ഒരു സമൂഹം, അല്ലെങ്കിൽ അദ്ദേഹം താക്കീത് ചെയ്ത ആ സമൂഹം ഇന്ന് വാസ്തവത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ് നാം അനുഭവിക്കുന്ന ഒരു സംഗതി. ഇപ്പൊ നോക്കൂ, നമ്മൾ സോഷ്യൽ മീഡിയയിലെ നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റിന്, ഒരു റീലിന്, അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന ലൈക്കുകളും നോട്ടിഫിക്കേഷനും ഒക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്നു. പക്ഷേ ആ സന്തോഷം വളരെ നൈമിഷികമാണ്. അതിനേക്കാൾ വലിയ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന, തയ്യാറാക്കുന്ന ഒരു അനുഭവം മാത്രമായി അത് മാറുന്നു. ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ നമ്മൾ സാധനങ്ങൾ, നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഡിവൈസുകളും ഗാഡ്ഗറ്റ്സുകളും ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നു. പക്ഷേ ആ സന്തോഷം വളരെ കുറച്ചു നേരം മാത്രം നീണ്ടു നിൽക്കുന്നു. നമ്മൾ പല കമ്പ്യൂട്ടർ ഗെയിമോ മൊബൈൽ ഗെയിമോ ഒക്കെ കളിക്കുമ്പോൾ അത് കളിച്ചു കഴിഞ്ഞാലും നമുക്ക് ശൂന്യത മാത്രമേ ബാക്കിയാകുന്നുള്ളൂ. അതായത്, നാം തേടുന്ന ആനന്ദം നമ്മെ തന്നെ അടിമ ആക്കുന്ന ഒരു പ്രക്രിയയാണ്. അതേക്കുറിച്ച് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുന്ന ഒരു സംഗതി. ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സന്തോഷം നൽകുന്ന ഒരു സംഗതി, ആ താൽക്കാലികമായി സന്തോഷം നൽകുന്ന ഒരു സംഗതി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ, അതിൽ നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷത്തിന് വേണ്ടി നാം എന്താണോ നേരത്തെ ചെയ്തത് അതിനേക്കാൾ കൂടുതൽ നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത്, നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു ചോക്ലേറ്റ് ലഭിച്ചു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പിതാവ് പുറത്തുനിന്ന് പോരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട ഒരാൾ വീടിന് പുറത്തു നിന്ന് വീട്ടിന്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു ചോക്ലേറ്റ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നു എന്ന് വിചാരിക്കാം. ചോക്ലേറ്റ് കൊണ്ടുവന്ന് തരുന്നതിന് മുമ്പ് അവർ വിളിച്ചു പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു ചോക്ലേറ്റ് കൊണ്ടുവരുന്നുണ്ട്. ആ വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അത് നമുക്ക് വല്ലാത്തൊരു അനുഭൂതി പ്രദാനം ചെയ്യുന്നു. പക്ഷേ അത് കിട്ടിക്കഴിയുമ്പോൾ ആ സന്തോഷം കുറയുന്നു.
ഇനി പിറ്റേ ദിവസം അതേപോലെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടായ അത്ര സന്തോഷം ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം ചോക്ലേറ്റ് കിട്ടും. അത് പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ എത്ര തന്നെ ചോക്ലേറ്റ് കിട്ടിയാലും ആദ്യത്തെ ദിവസം നമുക്കുണ്ടായ അത്ര സന്തോഷം പിന്നീട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇതൊരു അന്തമില്ലാത്ത ചക്രമാണ്, ഒരു അനന്തമായ സംഗതിയാണ്. സന്തോഷം തേടാൻ മാത്രം നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ കൂടുതൽ വീണ്ടും വീണ്ടും ലഭിക്കാൻ തോന്നുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പുതിയ ഫോൺ വാങ്ങി, ഒരു iPhone 16 അല്ലെങ്കിൽ എന്തോ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോൺ വാങ്ങിയാൽ ആ ഫോണിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഫോൺ നമുക്ക് നൽകുന്ന സന്തോഷം വളരെ കുറച്ച് ദിവസങ്ങളെ നമുക്ക് നീണ്ടു നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ല മോഡലിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു പ്രൊമോഷന്റെയും അവസ്ഥ. നമ്മുടെ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടിയാൽ വളരെ സന്തോഷം നമുക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ ആ സന്തോഷം കുറഞ്ഞ കാലത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുകയും അടുത്തൊരു പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. ഒരു യാത്രയ്ക്ക് നമ്മൾ പോകുമ്പോൾ അതിലും താൽക്കാലികമായൊരു സന്തോഷം നമ്മൾ കണ്ടെത്തുന്നു. പക്ഷേ വീട്ടിലെത്തുമ്പോൾ തിരിച്ചും വീണ്ടും നമ്മളൊരു ശൂന്യതയിലേക്ക് എത്തിപ്പെട്ടതുപോലെ. ഇങ്ങനെയാണ് നമ്മുടെ സമകാലിക ജീവിതത്തിൽ ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുന്ന സംഗതി വർദ്ധിക്കുന്നത്. പലപ്പോഴും നാം വാങ്ങിക്കുന്ന സംഗതികളും നാം ഉപയോഗിക്കുന്ന വസ്തുക്കളുമൊക്കെ താൽക്കാലികമായി മാത്രം സന്തോഷം തരുന്ന ഒരവസ്ഥ, ഒരു സ്ഥിരതയില്ലാതെ ആനന്ദത്തിന്റെ ഒരു പടുകുഴിയിൽ നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥ. പക്ഷെ അതേ സന്ദർഭത്തിൽ എന്താണ് ഒരു ലാസ്റ്റിംഗ് ഹാപ്പിനെസ്? നിരന്തരമായി നമുക്ക് എപ്പോഴും ആസ്വാദനം, ജീവിതത്തിൽ യഥാർത്ഥത്തിൽ തന്നെ നമ്മൾ ആനന്ദിക്കുന്നത് എപ്പോഴാണ്? അതിന് മിക്കവാറും അതിനെക്കുറിച്ച് പഠനം നടത്തിയ പല ആളുകളും, വളരെ ഡീപ്പായിട്ടുള്ള അഗാധമായ പഠനം നടത്തിയ ആളുകൾ പറയുന്നത് ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണം, ജീവിതത്തിന് ഒരു ഉദ്ദേശം വേണം എന്നുള്ളതാണ്. ആ ഉദ്ദേശം നമുക്ക് നല്ല ആത്മാർത്ഥമായ ബന്ധങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ. ജീവിതം എന്ന് പറയുന്നത് ഒരു കോൺട്രിബ്യൂഷൻ, ലൈഫ് ഓഫ് കോൺട്രിബ്യൂഷൻ, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന, മറ്റുള്ളവർക്ക് സേവനം നൽകുന്ന, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ജീവിതം. ആ ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. ഒരു ദിവസം മുഴുവൻ നമ്മൾ സോഷ്യൽ മീഡിയ റീലുകളിലോ നെറ്റ്ഫ്ലിക്സിന്റെ സീരിയലുകളിലോ സിനിമകളോ മാത്രം കണ്ടു കഴിഞ്ഞാൽ ആ ദിവസത്തിന്റെ അവസാനം നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ശൂന്യതയുണ്ട്. കാരണം നമ്മൾ പാഴാക്കിയ സമയത്തെക്കുറിച്ച് ആലോചിച്ച്. പക്ഷേ നാം ഒരാളെ സഹായിച്ചത്, നാം ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തത്, ജീവിതത്തിന്റെ വളരെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തെ സ്പർശിക്കാൻ നമുക്ക് സാധിച്ചത്, അത് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയും ഈ സാമൂഹിക മാധ്യമങ്ങളുമൊക്കെ നമ്മുടെ അറ്റൻഷനെ അവരുടെ ഉൽപ്പന്നമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് നമ്മുടെ സമയമാണ്, അവർക്ക് വേണ്ടത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയാണ്. ആ ശ്രദ്ധ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധയുടെ ഒരു വിപണി അവർ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. നമ്മുടെ വിലപ്പെട്ട സമയം, നമ്മുടെ വിലപ്പെട്ട അധ്വാനം, നാം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഫോക്കസ്, അത് ഇവർ കവർന്നെടുക്കുന്നു. അതാണ് ഒരു പുതിയ ഡോപ്പമിൻ ലഹരിയായിട്ട് നമ്മിൽ അവർ ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ അവർ നമ്മെ അടിമകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ള ഒരു മോചനം എന്ന് പറയുന്നത് നാം ജീവിതത്തെ ഒരു പർപ്പസ്ഫുൾ ആക്കി മാറ്റുക, ഒരു ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കുക. നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കുക, ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. പുതിയത് പഠിക്കാൻ സമയം കണ്ടെത്തുക, വായിക്കാൻ സമയം കണ്ടെത്തുക. സോഷ്യൽ മീഡിയയെ നമുക്ക് വേണ്ട രൂപത്തിൽ മാത്രം വിനിയോഗിക്കുക. നമ്മുടെ സമയത്തെ പൂർണ്ണമായും അതിൽ തളച്ചിടുകയോ നമ്മുടെ സമയത്തിന്റെ നല്ലൊരു ഭാഗം അതിന് കൊടുക്കുകയോ ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം
നമ്മൾ തിരിച്ചു പിടിക്കുക. ജീവിതത്തിനൊരു പുതിയ ദിശ തിരിച്ചു പിടിക്കുക. ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ചാണ് നമ്മൾ ഓടിപ്പോയിരുന്നതെങ്കിൽ, നീന്തിപ്പോയിരുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു തിരിച്ചു നടത്തം നമ്മൾ ആഗ്രഹിക്കുക. ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാറ്റിനും പരിധികൾ വെക്കുക. സന്തോഷം വേണം, ആനന്ദം വേണം, വിനോദം വേണം. പക്ഷെ അതിനൊക്കെ ഒരു പരിധി നിശ്ചയിക്കുക. അനാവശ്യമായിട്ടുള്ള സംഗതികളിൽ സമയം ചെലവഴിക്കാതിരിക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് നന്നാക്കുന്നതിനും അത് പരിചരിക്കുന്നതിനും ആ ബന്ധങ്ങൾ ആഴത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതിനും സമയം കണ്ടെത്തുക. തീർച്ചയായും അങ്ങനെ മാത്രമാണ് അർത്ഥവത്തായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് ചുവടുവെക്കാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറമുള്ള എല്ലാം താൽക്കാലിക സന്തോഷം നൽകുന്നതാണ്. ആ താൽക്കാലിക സന്തോഷങ്ങൾ ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുക. സ്വാതന്ത്ര്യം അങ്ങനെയാണ് വാസ്തവത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടത്. എല്ലാറ്റിൻ്റെയും അടിമകളായി പോകുന്ന ജീവിതത്തിൽ നിന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.